നമസ്കാരം. ഇന്ന് നിങ്ങളുടെ ഭാഗ്യം എന്താണ് നിങ്ങൾക്കായി കരുതിയിരിക്കുന്നത് എന്നറിയണ്ടേ? ദൈനംദിന ജാതകത്തിൽ നിങ്ങളുടെ സൂര്യരാശി നോക്കി കണ്ടെത്തുക. മേടം രാശി. സാമ്പത്തിക ഇടപാടുകളിൽ ജാഗ്രത പാലിക്കുക. പ്രൊഫഷണൽ ജോലിയിൽ ഏർപ്പെടുക. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ താൽപ്പര്യം നിലനിർത്താം. ശുഭകാര്യങ്ങൾക്കായി ചെലവുകൾ വർദ്ധിക്കും. ആസൂത്രണം ചെയ്ത് ബജറ്റുമായി മുന്നോട്ടു പോകുക. വിദേശകാര്യങ്ങൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം. അച്ചടക്കത്തിന് പ്രാധാന്യം നൽകുക. സാമ്പത്തിക കാര്യങ്ങൾ സുസ്ഥിരമായി തുടരും. എതിർപക്ഷം സജീവ പങ്കാളിത്തം കാണിച്ചേക്കാം. ബന്ധങ്ങൾ വളർത്തുക. എല്ലാവരെയും യോജിപ്പിച്ച് മുന്നേറുക. വീട്ടിൽ സമാധാനവും ഐശ്വര്യവും നിലനിൽക്കും. വസ്തുവകകളോ വാഹനങ്ങളോ വാങ്ങുന്നത് പരിഗണിക്കാൻ പറ്റിയ സമയമാണിത്. ഇടവം രാശി. പ്രൊഫഷണൽ മേഖലയിൽ കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കാൻ ശ്രമിക്കും. തൊഴിൽ രംഗത്തും ബിസിനസ്സിലും ദ്രുതഗതിയിലുള്ള പുരോഗതി ഉണ്ടാകും. സുഹൃത്തുക്കളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് സാധ്യതയുണ്ട്. പഠനത്തിലും അധ്യാപനത്തിലും മികച്ച പ്രകടനം നടത്തുക. വിപുലമായ പദ്ധതികൾ ഫലം ചെയ്യും. വിവേകത്തോടെ പ്രവർത്തിക്കുക. ജോലിയിൽ വിശാലമായ കാഴ്ചപ്പാട് നിലനിർത്തണം. പുതിയ വരുമാന സ്രോതസ്സുകൾ സൃഷ്ടിക്കപ്പെടും. കെട്ടിക്കിടക്കുന്ന സാമ്പത്തിക കാര്യങ്ങൾ അനുകൂലമായിരിക്കും. മത്സര മനോഭാവം നിലനിൽക്കും. സുപ്രധാന നേട്ടങ്ങൾ എളുപ്പത്തിലുണ്ടാക്കാൻ കഴിയും. മിഥുനം രാശി. എല്ലാവരിൽ നിന്നും നിങ്ങൾക്ക് പിന്തുണയും സഹായവും ലഭിക്കും. ജോലിയിൽ ആത്മവിശ്വാസം വർദ്ധിക്കും. ലക്ഷ്യങ്ങൾ കൈവരിക്കും. സൗകര്യങ്ങൾക്ക് ഊന്നൽ നൽകും. സ്ഥാനമാനങ്ങളിൽ വളർച്ചയുണ്ടാകും. സാമ്പത്തിക കാര്യങ്ങളിൽ പുരോഗതി കൈവരും. മുതിർന്നവരുമായി യോജിപ്പുണ്ടാക്കി മുന്നോട്ടു പോകുക. വ്യക്തത വർദ്ധിക്കും. ആരോഗ്യകരമായ മത്സരമുണ്ടാകും. വീട്ടിൽ സന്തോഷകരമായ അന്തരീക്ഷം നിലനിൽക്കും. ഭരണപരമായ ഉത്തരവാദിത്തങ്ങളിൽ മുന്നിൽ നിൽക്കുക. അവസരങ്ങൾ വർദ്ധിക്കും. കർക്കിടകം രാശി. ആത്മവിശ്വാസം പ്രകടിപ്പിക്കുക. വിജയശതമാനം മികച്ചതായിരിക്കും. റിസ്ക് എടുക്കുക. ഉത്സാഹം കാണിക്കുക. സാമൂഹിക കാര്യങ്ങളിൽ സജീവമായി പങ്കെടുക്കും. ആശയവിനിമയ ശൃംഖലകൾ ശക്തമായി നിലനിൽക്കും. ചർച്ചകളിൽ വിജയമുണ്ടാകും. അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുക. ബന്ധുക്കളുടെയും ഉത്തരവാദിത്തപ്പെട്ട വ്യക്തികളുടെയും പിന്തുണ നേടുക. യാത്രാ പദ്ധതികൾ ജാഗ്രതയോടെ വേണം. ദീർഘകാല ശ്രമങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. വിശ്വാസം, ഭക്തി, ആത്മവിശ്വാസം എന്നിവയിലൂടെ അസാധ്യമായത് നേടുക. പ്രധാനപ്പെട്ട ജോലികൾ വേഗത്തിലാക്കുക. എല്ലാവരുമായും സൗഹാർദ്ദം നിലനിർത്തണം. ചിങ്ങം രാശി. അപ്രതീക്ഷിത സംഭവങ്ങൾ ഉണ്ടായേക്കാം. അതിൽ ചിലത് നിങ്ങളുടെ ജോലിയെ ബാധിച്ചേക്കാം. യോജിപ്പോടെയും ഏകോപനത്തോടെയും മുന്നോട്ടു പോകുക. കുടുംബത്തിൽ നിന്ന് പിന്തുണയും സഹായവും നേടുക. ആരോഗ്യ ലക്ഷണങ്ങൾ അവഗണിക്കരുത്. എല്ലാവരുമായും ഒരുമിച്ച് മുന്നേറുക. ചർച്ചകളെ ഗൗരവത്തോടെ സമീപിക്കുക. എളിമയും ക്ഷമയുമുള്ളവരായി നിലകൊള്ളണം. കുടുംബ ബന്ധങ്ങൾ ശക്തമായി നിലനിൽക്കും. അതിഥികൾ സന്തോഷം നൽകും. പെരുമാറ്റത്തിൽ ലാളിത്യം പാലിക്കുക. കന്നിരാശി. നിങ്ങൾ സഹകരണ ശ്രമങ്ങൾക്ക് ആക്കം നൽകും. ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾക്ക് ആദരവും അംഗീകാരവും വർദ്ധിക്കും. വിജയശതമാനം ഉയർന്ന നിലയിൽ തുടരും. വ്യവസായങ്ങൾക്കും ബിസിനസ്സുകൾക്കും ഉത്തേജനം ലഭിക്കും. പുരോഗതി പ്രകടമാകും. നിങ്ങൾ ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോകും. നിങ്ങളുടെ പരിശ്രമങ്ങളുടെ വേഗത വർദ്ധിക്കും. വിശാലമായ കാഴ്ചപ്പാട് നിലനിർത്തുക. അവസരങ്ങൾ പരമാവധി മുതലെടുക്കണം. ചർച്ചകളിൽ സജീവമായി പങ്കെടുക്കുക. പരസ്പര സഹകരണത്തിന്റെ മനോഭാവം നിലനിൽക്കും. നേതൃസ്ഥാനങ്ങൾ ഏറ്റെടുക്കേണ്ട സമയമാണിത്. നിങ്ങളുടെ പദ്ധതികൾ നിറവേറ്റാൻ പരിശ്രമിക്കുക. പ്രൊഫഷണലിസത്തിന് ഊന്നൽ നൽകുക. സാമ്പത്തിക വശങ്ങൾ ശക്തിപ്പെടുത്തും. തുലാം രാശി. സാമ്പത്തിക കാര്യങ്ങളിൽ ജാഗ്രത പാലിക്കുക. ജോലിയിൽ അശ്രദ്ധ ഒഴിവാക്കണം. പ്രൊഫഷണൽ ചർച്ചകളിൽ ക്ഷമ വർദ്ധിപ്പിക്കുക. ജോലിയിൽ കാര്യക്ഷമത പ്രതീക്ഷിച്ചതുപോലെയായിരിക്കും. അത്യാവശ്യ കാര്യങ്ങളിൽ ജാഗ്രത പാലിക്കുക. ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റണം. അവസരങ്ങളിൽ നിന്ന് പ്രയോജനം നേടുക. ദിനചര്യയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. വാദപ്രതിവാദങ്ങൾ ഒഴിവാക്കണം. സംഘടനയെ ശക്തിപ്പെടുത്താൻ ശ്രമിക്കുക. പ്രലോഭനങ്ങളിൽ വീഴരുത്. ഉത്സാഹത്തോടെ പ്രവർത്തിക്കുക. തൊഴിൽ സാധ്യതകൾ മെച്ചപ്പെടും. വൃശ്ചികം രാശി. വിദ്യാഭ്യാസത്തിലും പരിശീലനത്തിലും വർദ്ധിച്ച താൽപ്പര്യമുണ്ടാകും. തൊഴിൽ രംഗത്ത് അനുകൂലമായ മാറ്റങ്ങൾ വന്നു ചേരും. നിങ്ങൾ പ്രതീക്ഷിച്ചതിലും മികച്ച പ്രകടനം കാഴ്ചവെക്കും. പരീക്ഷകളിലും മത്സരങ്ങളിലും നിങ്ങൾ വിജയിക്കും. ആത്മവിശ്വാസവും ബഹുമാനവും ലഭിക്കും. ബുദ്ധിപരമായ കഴിവുകൾക്ക് ഊന്നൽ നൽകും. അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിനെക്കുറിച്ച് ചിന്തിക്കുക. സ്വന്തം പരിമിതികൾക്കപ്പുറത്തേക്ക് ഉയരുക. യാത്ര സാധ്യമാണ്. സുഹൃത്തുക്കളുമായും അടുത്ത ആളുകളുമായുമുള്ള ബന്ധം മെച്ചപ്പെടും. ഉത്സാഹത്തോടെയും വിവേകത്തോടെയും പ്രവർത്തിക്കുക. പ്രിയപ്പെട്ടവരുമായി ഒത്തുള്ള അവിസ്മരണീയ നിമിഷങ്ങൾ ആസ്വദിക്കാം. കലാപരമായ കഴിവുകൾ മെച്ചപ്പെടും. ധനുരാശി. കുടുംബകാര്യങ്ങൾ ക്ഷമയോടെ കൈകാര്യം ചെയ്യുക. അന്തസ്സും രഹസ്യ സ്വഭാവവും ഊന്നി പറയുക. വീടുമായി അടുപ്പം വർദ്ധിക്കും. മുതിർന്നവരുമായുള്ള ആശയവിനിമയം മെച്ചപ്പെടുത്തുക. വ്യക്തിപരമായ ശ്രമങ്ങൾ വേഗത്തിലാകും. എല്ലാവരോടും യോജിപ്പുള്ള മനോഭാവം നിലനിർത്തണം. വൈകാരിക സാഹചര്യങ്ങളിൽ ആവേശകരമായ പ്രവൃത്തികൾ ഒഴിവാക്കുക.
സഹാനുഭൂതി വർദ്ധിപ്പിക്കുക. അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുക. പൂർവിക കാര്യങ്ങളിൽ സജീവമായ ഇടപെടലുണ്ടാകും. വിവിധ ഉദ്യമങ്ങൾ മെച്ചപ്പെടും. വസ്തു വാഹന സമ്പാദനം സാധ്യമാകും. മകരം രാശി, നിങ്ങളുടെ ജീവിതശൈലി മികച്ചതായിരിക്കും. വ്യാപാരം വികസിക്കും. ആഗ്രഹിച്ച ഫലങ്ങൾ കൈവരും. അനുകൂല വാർത്തകൾ ലഭിക്കും. സാമൂഹിക ബന്ധങ്ങൾ ശക്തമാകും. ആശയവിനിമയ കഴിവുകൾ ഫലപ്രദമാകും. തൊഴിൽ സംബന്ധമായ കാര്യങ്ങൾ വികസിക്കും. യാത്ര സാധ്യമാണ്. അപകട സാധ്യതകൾ ഉണ്ടാകാം. പ്രകടനങ്ങൾ മെച്ചപ്പെടുത്താം. ബന്ധങ്ങൾ ദൃഢമാക്കുക. അലസത ഒഴിവാക്കണം. സഹോദരങ്ങളിൽ നിന്നുള്ള പിന്തുണ വർദ്ധിക്കും. ധൈര്യവും വർദ്ധിക്കും. സുപ്രധാന വിവരങ്ങൾ ലഭിച്ചേക്കാം. ആശയവിനിമയ കഴിവുകൾ മികച്ചതായിരിക്കും. ബന്ധങ്ങൾ വളർത്തുക. കുംഭം രാശി, അതിഥികളെ ആദരവോടെ പരിഗണിക്കുക. ആശയവിനിമയത്തിലൂടെ എല്ലാവരെയും സ്വാധീനിക്കുക. നല്ല നിർദ്ദേശങ്ങൾ ലഭിക്കും. അന്തരീക്ഷം സന്തോഷഭരിതമാകും. വാഗ്ദാനങ്ങൾ നിറവേറ്റുന്നതിൽ മുന്നിൽ നിൽക്കുക. ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കുക. സ്നേഹവും വിശ്വാസവും വളരും. പഠനത്തിൽ താൽപ്പര്യം കാണിക്കണം. ഉത്സവങ്ങളിലും പരിപാടികളിലും പങ്കെടുക്കാം. സമ്പത്തിലും ഐശ്വര്യത്തിലും വർധനവുണ്ടാകും. സാംസ്കാരിക പാരമ്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുക. ജനപ്രീതി വർദ്ധിക്കും. മീനം രാശി, വൈകാരികമായി നിങ്ങൾ ശക്തരായി തുടരും. ചുമതലകൾ ഉത്തരവാദിത്വത്തോടെ നിർവഹിക്കുക. വിവിധ ഉദ്യമങ്ങളിൽ വിജയത്തിന്റെ സൂചനകൾ ഉണ്ടാകും. നിങ്ങളുടെ കരിയറിലും ബിസിനസ്സിലും സ്ഥിരത നിലനിർത്തുക. പങ്കാളികൾ പിന്തുണ നൽകും. പുതിയ ജോലികളോടുള്ള താൽപ്പര്യം വർദ്ധിക്കും. സഹകരണ മനോഭാവം വളർത്തിയെടുക്കുക. വിദേശ കാര്യങ്ങൾ യാഥാർത്ഥ്യമായേക്കാം. വ്യക്തിപരമായ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. ആചാരങ്ങൾ ശക്തി പ്രാപിക്കും. പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാം. നിങ്ങളുടെ ആത്മവിശ്വാസം ഉയർന്ന നിലയിൽ തുടരും. എല്ലാവരുമായും ഒരുമിച്ച് മുന്നേറാൻ ശ്രമിക്കുക. ദീർഘകാല പദ്ധതികളിൽ പുരോഗതി ഉണ്ടാകും.